ആൺപെൺ സൗഹൃദങ്ങൾ അതിരുവിട്ടു പോകുന്നതിന്റെ സ്റ്റാർട്ടിംഗ്, അതിന്റെ തുടക്കം ഇസ്ലാം എതിർത്തതാണ്. എത്രത്തോളം അറിയോ? ഒരാണും ഒരു പെണ്ണും അത് ഇങ്ങനെയാണെങ്കിലും ശരി, അത് ഇങ്ങനെയാണെങ്കിലും ശരി, കൈ കൊടുക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലാണ്, 3-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഒരാണും ഒരു പെണ്ണും ഇങ്ങനെ കൈ കൊടുത്താലും ഇങ്ങനെ കൈ കൊടുക്കുന്നതും ഇസ്ലാമിൽ അനുവദനീയമല്ല. ഇസ്ലാമിൽ അനുവദനീയമല്ല. അതിലും നല്ലത് നിങ്ങൾക്ക് ഒരു ഇരുമ്പിന്റെ ആണിയെടുത്ത് നിങ്ങളുടെ തലയിൽ അടിച്ചു കയറ്റുന്നതാണ് എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. എന്താണെന്നറിയോ? അത്രത്തോളം ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയാകാം, തന്റെ ഫ്രണ്ട്സ് ആകാം, തന്റെ കടയിൽ ജോലി ചെയ്യുന്നവളാകാം, തന്റെ കൂടെ വർക്ക് ചെയ്യുന്നവളാകാം. അവൾ കയറേണ്ടത് നമ്മുടെ ബൈക്കിന്റെ പിന്നിലല്ല, അല്ല അതിന്റെ കൂട്ടുകാരിയൻ, അതിന്റെ ഫ്രണ്ടാണ്. ഇല്ല, അതിനാണ് ഇസ്ലാമിലെ മഹ്റം. ആരൊക്കെയാണ് അതിന് അനുവദനീയമായിട്ടുള്ളത് എന്നത് ഇസ്ലാമിൽ പറയുന്നുണ്ട്. മാന്യമായി സംസാരിക്കുക. വലാ തഹ്ളഅന ബിൽ ഖൗലി, കൊഞ്ചിക്കുടഞ്ഞുകൊണ്ട് നിങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കരുത്. ഖുർആൻ പറയാം, ആരാ മനുഷ്യന്റെ മനസ്സ് സൃഷ്ടിച്ചത്? ആരാ പുരുഷനെ സൃഷ്ടിച്ചത്? ആരാ സ്ത്രീയെ സൃഷ്ടിച്ചത്? ആ റബ്ബ് പറയാം, നിങ്ങൾ പുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കരുത്. കാരണം ആ പുരുഷന്റെ മനസ്സിൽ ചില രോഗങ്ങൾ ഉണ്ടാകും. ആരായാലും, നിന്നാളെന്നൊന്നുമില്ല, ആരായാലും ഉണ്ടാകും. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഈ നിയമം വിട്ടുകഴിഞ്ഞാൽ, ഈ നിയമം ഒന്ന് കൈകൊടുക്കലിലൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പലതിലേക്കും വഴുതി മാറി പോകാം. അതുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ തുടക്കത്തിൽ ആ തരത്തിലുള്ള നിയമങ്ങൾ വെച്ചത്.